ഇറാനെതിരായ നീക്കങ്ങളിൽ അയഞ്ഞ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ പുറത്തെത്തിക്കാനുള്ള പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരായ സൈനിക നടപടികൾ അവസാനിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലാണ് ഇനി ശ്രദ്ധ എന്നാണ് മാർക്കോ റൂബിയോയുടെ പ്രതികരണത്തിൽ വന്നിരിക്കുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഈ മുഖ്യമന്ത്രി ചർച്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുകൂടെ പറയണം, അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറമായി ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ തീരുമാനം, ട്രംപിന്റെ തീരുമാനം, ട്രംപ് ഇക്കാര്യത്തിൽ ഒരു അയവിലേക്ക് വന്നിരിക്കുന്നു. ഇറാനും ഏകദേശം സമവായത്തിലേക്ക് വരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ശുഭമായ കരയിലേക്ക് പോവുകയാണോ മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഇതിനോട് ചേർത്ത് വെച്ച് കൃഷ്ണയുടെ ചോദ്യം അവിടെ ഉണ്ട്. അതിനോട് ചേർത്ത് വെച്ച ഒരു ചോദ്യം കൂടി, യുദ്ധം തീർന്നോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, ഞാൻ കൃഷ്ണയുടെ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ചോദിച്ചു. യുദ്ധം തീർന്നു എന്ന് ഈ ലോകത്ത് ആർക്കും അറിയത്തില്ല ജി കെ. എനിവേ, ഗുഡ് മോർണിംഗ് കൃഷ്ണ. ജി കെ, കൃഷ്ണ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമായിട്ട് ഞാൻ കാണുന്നത്, ജനങ്ങൾ നേരിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ മുഖ്യമന്ത്രിക്ക് തുല്യമായ ഓരോ സ്റ്റേറ്റിലെ ഗവർണറെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പിന്നീട് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു നേതാവ് വരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ ജനാധിപത്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് അനുകരിക്കാവുന്ന ഒരേ ഒരു കാര്യം ഒരുപക്ഷെ ഇതായിരിക്കാം. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇറാനെതിരെ US നടത്തിയ ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക ദൗത്യം, അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി പൂർത്തിയായതായിട്ടും ഈ ഓപ്പറേഷൻ അവസാനിപ്പിച്ചതായിട്ടുമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് വൈറ്റ് ഹൗസിൽ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാൻ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് US മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇറാന്റെ ആണവ പരിപാടി ഡൊണാൾഡ് ട്രംപ് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കുക. അതുപോലെ ഈ അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലെടുക്ക് പഴയതുപോലെ വീണ്ടും തുറന്നു കൊടുക്കുക. എന്നാൽ ഈ പശ്ചിമേഷ്യയിൽ എന്തെങ്കിലും പ്രകോപനങ്ങൾ തുടർന്നാൽ സൈനിക നീക്കം പുനരാരംഭിക്കുവാനുള്ള സാധ്യത റൂബിയോ തള്ളിക്കളയുന്നുമില്ല. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നതുകൊണ്ടും അതുപോലെ ഇറാനുമായിട്ടുള്ള സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾക്ക് നല്ല പുരോഗതി ഉണ്ടായ സാഹചര്യത്തിൽ ഈ ഹോർമൂസ് കടലെടുക്കിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രോജക്ട് ഫ്രീഡം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയുന്നു. എങ്കിലും ഇറാനെതിരെയുള്ള നേവൽ ബ്ലോക്കേഡ് ഉപരോധം അത് കർശനമായിട്ട് തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കത്ത് അയച്ചിരിക്കുകയാണ് ഇറാൻ. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറബ് ലീഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസാക്കിയായിരുന്നു. ഇറാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയമായിരുന്നു. അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കത്താണ് ഇറാൻ നൽകിയിരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രോസിനും അതുപോലെ സുരക്ഷാ കൗൺസിൽ അധ്യക്ഷനും ഒക്കെയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ ഇറാൻ അവരുടെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. US ഇസ്രയേലും ഇറാന്റെ പരമാധികാരത്തിന് മേൽ ഒരു അധിനിവേശം നടത്തുന്ന എന്നുള്ളതൊക്കെ ഈ പ്രമേയം അവഗണിച്ചു എന്നാണ് ഇറാന്റെ പ്രതിനിധി സയ്യിദ് ഇർവാനി കുറ്റപ്പെടുത്തിയത്. അതേസമയം നമുക്കറിയാം, UAE-യിൽ ഇറാൻ കനത്ത മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. UAE ഈ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആരോപണങ്ങൾ അത് ഇറാൻ സൈന്യം ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. UAE പ്രതിരോധ മന്ത്രാലയം ചില റിപ്പോർട്ടുകളൊക്കെ അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയത്. അത് മാത്രമല്ല, തങ്ങൾക്ക് നേരെ ആരും ഒരു പ്രകോപനമില്ലാതെ ആക്രമണം തിരിച്ചു നടത്തിയിട്ടില്ലെന്നും അതുപോലെ UAE മണ്ണ് ഉപയോഗിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജി കെ കൃഷ്ണ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏപ്രിൽ 13 മുതൽ US നാവിക ഉപരോധം മൂലം ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിദിനം $500 ദശലക്ഷം നഷ്ടം സംഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അത് മാത്രമല്ല, 87 രാജ്യങ്ങളിൽ നിന്നുള്ള 23,000 നാവികർ ഇത്രയും ദിവസം ഈ കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജി കെ കൃഷ്ണ. മധുകൊട്ടാരക്കര, എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ അമേരിക്കയുടെ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതുമായ ഒന്ന് നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നില്ല എന്നതാണ്. കാരണം ഇറാന്റെ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുന്നതിന് പോലും ഇറാൻ മാനദണ്ഡമായി നിശ്ചയിച്ചത് അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം എന്നതായിരുന്നു. അതിന് അമേരിക്ക തയ്യാറാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇറാന്റെ ആവശ്യത്തോട് അമേരിക്ക വഴങ്ങുന്നില്ലെങ്കിൽ, യുദ്ധം അവസാനിപ്പിച്ചു എന്നോ അവസാനിക്കുള്ള സാധ്യതകളിലേക്ക് എത്തിയെന്നോ നമുക്ക് വിലയിരുത്താൻ എങ്ങനെ കഴിയും? ഒരു വിലയിരുത്തൽ ജി കെ, ഈ നാവിക ഉപരോധം വളരെ ഫലപ്രദമായിട്ട് ഒരു സമ്മർദ്ദമായിട്ട്
ഇറാന്റെ മേൽ പ്രയോഗിക്കാൻ സാധിച്ചു എന്നാണ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിനെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അടുത്ത ദിവസം ചൈനയിലേക്ക് വിദേശകാര്യ മന്ത്രി ഇറാന്റെ അബ്ബാസ് അറാക്ചി പോവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ഡൊണാൾഡ് ട്രംപും ചൈനയിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് വന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന 90 മിനിറ്റ് ചർച്ചകൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള അകലം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ജി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.